BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ചിറയും പള്ളത്തുനാട് ഭാഗത്തും തെരുവ് നായ ശല്യം അതിരൂക്ഷമെന്ന പരാതിയുമായി നാട്ടുകാർ. സ്കൂൾ വിട്ട് തിരികെ വരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തെരുവ് നായ്ക്കൾ ഓടിക്കുന്നതായാണ് പരാതി. ഒരാഴ്ച മുൻപ് തെരുവ് നായ്ക്കളെ കണ്ട് ഭയന്ന് വേഗത്തിൽ സൈക്കിളിൽ പോയ വിദ്യാർത്ഥി റോഡിൽ വീണ് പരിക്കേറ്റു. റോഡിൽ കൂടി പോകുന്ന ആളുകളെയെല്ലാം നായ്ക്കൾ ഓടിക്കുകയാണ്. വീടുകളുടെ മുന്നിലും ഇവ കൂട്ടമായി കിടക്കുന്നത് മൂലം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ആലങ്ങാട് പഞ്ചായത്തിലെ 7 പേരെയാണ് തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. യാത്രക്കാരുടെ സമയവും വാഹനങ്ങളിലെ ഇന്ധനവും നഷ്ടപ്പെടാതിരിക്കാൻ സിവിൽ ലൈൻ റോഡുകളിലെ പടമുകളിലും ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. കുന്നുമുറ മുതൽ പടമുകൾ വരെ വൻ കുരുക്കാണ് അനുഭവപ്പെടുന്നത്. 3 റോഡുകൾ ചേരുന്ന പടമുകൾ പമ്പ് ജംഗ്ഷനിൽ രൂപപ്പെടുന്ന കുരുക്കാണ് ഇരുഭാഗത്തേക്കും നീളുന്നത്. രാവിലെയും വൈകിട്ടും വാഹന നിരയുടെ ദൈർഘ്യം കൂടും. IT മേഖലയിലേക്കും സർക്കാർ ഓഫീസുകളിലേക്കും സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും ജോലിക്ക് പോകുന്നവരും ജോലി കഴിഞ്ഞ് മടങ്ങുന്നവരുമാണ് റോഡിൽ കെട്ടിക്കിടക്കേണ്ടി വരുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾക്കും സമയനഷ്ടമുണ്ടാകുന്നു. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് കൊച്ചി നഗരത്തിലേക്ക് വരുന്ന 100 കണക്കിന് വാഹനങ്ങൾ പടമുകൾ പമ്പ് ജംഗ്ഷൻ വഴിയാണ് കടന്നു പോകുന്നത്. രാത്രിയും പകലും ഒരേ തിരക്കാണ്. പമ്പ് ജംഗ്ഷനിലെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വാഹനങ്ങൾ പടമുകൾ ജംഗ്ഷനിൽ എത്തുമ്പോൾ പാലച്ചുവട് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പ്രതിബന്ധം സൃഷ്ടിക്കാറുണ്ട്. പടമുകൾ പമ്പ് ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കുകയല്ലാതെ ഇവിടത്തെ കുരുക്കൊഴിക്കാൻ മറ്റ് പരിഷ്കാരങ്ങൾക്കാകില്ലെന്നാണ് യാത്രക്കാരും നാട്ടുകാരും പറയുന്നത്. നിത്യേന എന്നോണം വാഹനത്തിരക്ക് കൂടി വരികയാണ്. ഇവിടെയും മെട്രോ റെയിലിന്റെ തൂണുകൾ സ്ഥാപിക്കും മുൻപ് ഫ്ലൈ ഓവറിന്റെ രൂപരേഖ തയ്യാറാക്കണം. ഈ ജംഗ്ഷനോട് ചേർന്ന് മെട്രോ റെയിൽ സ്റ്റേഷൻ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയാകും മുൻപ് രൂപരേഖ തയ്യാറാക്കേണ്ടി വരും. ഫ്ലൈ ഓവർ സിവിൽ ലൈൻ റോഡിലെ ഇരുവശങ്ങളെ ബന്ധിപ്പിച്ച് വേണോ, സിവിൽ ലൈൻ റോഡിൽ നിന്ന് സീപോർട്ട് ലിങ്ക് റോഡിലേക്ക് വേണോ എന്ന കാര്യം വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനിക്കാൻ സാധിക്കൂ. KRL പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സംയുക്തമായി പരിശോധന നടത്തി അന്തിമ തീരുമാനത്തിലെത്തിക്കണം. ഇവിടെയും മെട്രോ റെയിലിനായി സ്ഥലമെടുപ്പ് പൂർത്തിയായിട്ടുള്ളതിനാൽ ഫ്ലൈ ഓവറിന് ചെറിയ അളവിൽ മാത്രം സ്ഥലം ഏറ്റെടുത്താൽ മതിയാവും. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. പുതുച്ചേരിയിൽ നിന്നുള്ള വ്യാജമദ്യം ആവശ്യക്കാർക്ക് വീടുകളിൽ എത്തിച്ചിരുന്ന സംഘം കാക്കനാട് പിടിയിൽ. കാക്കനാട് ഇടച്ചിറ സ്വദേശി കുന്നേപ്പറമ്പിൽ വീട്ടിൽ തോക്ക് എന്ന് വിളിക്കുന്ന സുരേഷ്, ഭാര്യ മിനി, കാക്കനാട് ഇടച്ചിറ പറളിമൂല വീട്ടിൽ ഫസലോ എന്ന നാസർ എന്നിവരാണ് സ്റ്റേറ്റ് എക്സൈസ്, എയർഫോഴ്സ് കോഡ്, എക്സൈസ് ഇന്റലിജൻസ്, സിറ്റി എക്സ്ചേഞ്ച് റേഞ്ച് എന്നിവരുടെ സംയുക്ത നീക്കത്തിൽ പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്ന് പുതുച്ചേരിയിൽ നിന്ന് കൊണ്ടുവന്ന 1/2 ലിറ്ററിന്റെ 77 കുപ്പി വ്യാജമദ്യം എക്സൈസ് പിടിച്ചെടുത്തു. അങ്ങാടി മരുന്ന് വിൽപ്പനക്കാരൻ എന്ന വ്യാജാനയായിരുന്നു മദ്യവിൽപ്പന. കാക്കനാട് നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള അന്തർ സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് മദ്യം വിതരണം ചെയ്തിരുന്നത്. പുതുച്ചേരിയിൽ നിന്ന് മദ്യം കടത്താൻ സഹായിച്ച കുടുകുടു എന്ന് വിളിക്കുന്ന മനാഫ് എന്നയാളെ പറ്റി അന്വേഷണം ആരംഭിച്ചു. എറണാകുളം റേഞ്ച് ഇൻസ്പെക്ടർ V സജി, ഇൻസ്പെക്ടർ TN അജയ്കുമാർ, സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പ്രിവന്റീവ് ഓഫീസർ ND ടോമി, ഇന്റലിജൻസ് പ്രിവന്റീവ് ഓഫീസർ NG അജിത് കുമാർ, എറണാകുളം റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ KK അരുൺ, KR സുനിൽ, സ്പെഷ്യൽ സ്ക്വാഡ് വനിതാ CEO സരിത റാണി, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ PC പ്രവീൺ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കൽ മൂലം കുളമായ ആശ്രമം ബസ് സ്റ്റാൻഡ് കിഴക്കേക്കര റോഡിലെ കുഴി മൂടാൻ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി പാറമക്കെത്തിച്ച ട്രാഫിക് പോലീസ് കഴിഞ്ഞ ഒരാഴ്ചയായി റോഡിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു വരികയാണ്. ഇതോടെ തിരക്കേറിയ റോഡിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും രൂക്ഷമായതോടെയാണ് പോലീസ് കല്ലും മണ്ണും എത്തിച്ച് കുഴി മൂടിയത്. നഗരത്തിലെ പ്രധാന ബൈപ്പാസായി മാറിയിരിക്കുകയാണ് വീതി കുറഞ്ഞ ഈ റോഡ്. ശനിയാഴ്ച കൂടിയായതോടെ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. 2 വാഹനം ഒരേ സമയം ഇരുഭാഗത്തു നിന്നും എത്തിയാൽ കടന്നു പോകാൻ കഴിയില്ല. ഇതിനിടെയാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ നടത്തുന്നത്. ശക്തമായ മഴ കൂടിയതോടെ പൈപ്പ് സ്ഥാപിച്ച് മൂടിയ ഭാഗങ്ങളിൽ ഭാരവണ്ടികൾ
വണ്ടികൾ ചളിയിൽ താഴ്ന്ന് ഗതാഗതം സ്തംഭിക്കുന്നത് പതിവായി. ഇതോടെയാണ് ശനിയാഴ്ച പോലീസ് ഇടപെട്ട് നേരിട്ട് മക്കിട്ട് കുഴി സുരക്ഷിതമാക്കിയത്. 2 ദിവസങ്ങളിലായി 4ഓളം വാഹനങ്ങളാണ് കുഴിയിൽ ചെരിഞ്ഞ് ഗതാഗതം സ്തംഭിച്ചത്. ശനിയാഴ്ച രാവിലെ കിഴക്കേക്കര ഹൈസ്കൂളിന് സമീപം തടിയുമായെത്തിയ ലോറി കുഴിയിൽ വീണ് മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അങ്കമാലി നഗരസഭയുടെ പഴയ കാര്യാലയത്തിന് സമീപം കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യം ദുരിതമാകുന്നു. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ഇവ സംഭരിക്കാൻ ഇടമില്ലാതെ വന്നതോടെ കെട്ടിടത്തിന് മുകളിലും താഴെയും പരിസരത്തും നിരന്നിരിക്കുകയാണ്. പട്ടണത്തിലെ സമീപ വാർഡുകളിലും ഇത്തരം അവസ്ഥ രൂക്ഷമാണ്. ആക്രി പെറുക്കുന്നവർ ആവശ്യമുള്ളതെടുത്ത് ബാക്കി അലക്ഷ്യമായി ഉപേക്ഷിച്ചു പോകുന്നു. ഇവ കാക്ക കൊത്തി ജലാശയങ്ങൾ മലിനമാക്കുകയും ചെയ്യുന്നു. കൊതുക് വ്യാപനത്തിനും പകർച്ചവ്യാധികൾക്കുമെതിരെ നഗരസഭയും താലൂക്ക് ആശുപത്രിയും ബോധവൽക്കരണം അരങ്ങ് തകർക്കുമ്പോഴാണ് ഈ പിടിപ്പുകേട്. അതേസമയം നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ അനാസ്ഥയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ കുറ്റപ്പെടുത്തുന്നത്. കഴിഞ്ഞ കൗൺസിൽ യോഗങ്ങളിൽ ഉൾപ്പെടെ ഗുരുതരമായ പ്രശ്നം ഗൗരവമായി ഉന്നയിച്ചിട്ടും ഗൗനിക്കുന്നില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് TY ഏലിയാസും LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി PN ജോഷിയും കുറ്റപ്പെടുത്തിയത്. കൊച്ചി നഗരത്തിലെ പാതയോരങ്ങളിലെ അടക്കം മാലിന്യം തടയാൻ അധികൃതർ എന്ത് നടപടി സ്വീകരിച്ചെന്ന് ഹൈക്കോടതി. വെള്ളക്കെട്ട് നീക്കുന്ന സ്കഷൻ കം ജെറ്റിംഗ് മെഷീൻ അടങ്ങുന്ന 13 വാഹനങ്ങളുണ്ടായിട്ടും നഗരത്തിൽ സ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നത് എന്തുകൊണ്ടാണെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കൊച്ചി കോർപ്പറേഷനോട് ആരാഞ്ഞു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം ആരാഞ്ഞത്. ഒരു വാഹനം മാത്രമാണ് പ്രവർത്തനക്ഷമമെന്നും ബാക്കിയുള്ളവ അറ്റകുറ്റപ്പണിക്ക് കയറ്റിയിരിക്കുകയാണെന്നായിരുന്നു കോർപ്പറേഷന്റെ മറുപടി. വാഹനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ചുമതലപ്പെടുത്തിയ മെക്കാനിക്കൽ എഞ്ചിനീയർ ഉണ്ടായിട്ടും ഇതാണോ അവസ്ഥയെന്നും ഖജനാവിലെ പണം പാഴാക്കുകയാണോ എന്നും കോടതി ചോദിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.